പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഡെയിലി മലയാളം ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2022 നടന്ന +2 പ്രിലിംസിന്റെ സ്റ്റേജ് 2ന്റെ ചോദ്യപേപ്പറാണ്. +2 പ്രിലിംസ് സ്റ്റേജ് 2 2022 മലയാളം എക്സ്പ്ലനേഷൻ. ഒന്നാമത്തെ ചോദ്യം, ലിവിംഗ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം. ലിവിംഗ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മരിച്ചു ജീവിക്കുക, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, ജീവിച്ചു മരിക്കുക, ജീവിതവും മരണവും എന്നിവയാണ് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമാണ് എന്ത്? ലിവിംഗ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. നമുക്ക് ചില ശൈലികൾ നോക്കാം, ശൈലികളും വിവർത്തനങ്ങളും. എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ എന്ന് പറഞ്ഞാൽ കടലിൽ കായം കലക്കുക. എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ എന്ന് പറഞ്ഞാൽ കടലിൽ കായം കലക്കുക എന്നാണ്. എ അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് എന്ന് പറഞ്ഞാൽ ഉത്തരം മുട്ടിയ. അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് എന്ന് പറഞ്ഞാൽ ഉത്തരം മുട്ടിയ എന്നുള്ളതാണ്. ബ്രഷ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? തള്ളിക്കളയുക. ബ്രഷ് ഓഫ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക. ടു ബി ഓൾ ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുക. ടു ബി ഓൾ ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുക എന്നാണ്. ഓക്കെ അല്ലേ? എന്താണ് ലിവിംഗ് ഡെത്ത് എന്ന് പറഞ്ഞാൽ? എന്താ? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അടുത്ത ചോദ്യം, നവോത്ഥാനം പിരിച്ചെഴുതുക എന്ന് ചോദിച്ചിരിക്കുന്നു. നവോത്ഥാനം പിരിച്ചെഴുതുമ്പോ എങ്ങനെയാണ് വരുന്നത്? നവ അധികം ഉത്ഥാനമാണ് നവോത്ഥാനം. നവോത്ഥാനം എന്നാണ് നമ്മൾ പറയുന്നത്. പിരിച്ചെഴുതുമ്പോൾ നവോത്ഥാനം, നവ അധികം ഉത്ഥാനം. നമുക്ക് നോക്കാം, പിരിച്ചെഴുത്ത് നോക്കാം. രാമ അധികം അയനമാണ് രാമായണം. രാമായണം. ഉത്തര അധികം അയനം ഉത്തരായണം. ഉത്തര അധികം അയനം ഉത്തരായണം. ചലത് അധികം അളി ചലതളി. ചലതളിയാണ്. പാതി അധികം ഫലം പാതിഫലം. രാമായണം രാമ അധികം അയനം. ഉത്തരായണം എന്ന് പറയുന്നത് ഉത്തര അധികം അയനം. ചലതളി എന്ന് പറയുന്നത് ചലത് അധികം അളി. പാതിഫലം എന്ന് പറയുന്നത് പാതി അധികം ഫലമാണ്. അടുത്ത ചോദ്യം, ദൃഢം വിപരീത പദം എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ദൃഢത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് അദൃഢം, മൃദുലം, ശിഥിലം, മാർദ്ദവം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ദൃഢത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി, ശിഥിലമാണ് ദൃഢത്തിന്റെ വിപരീത പദം എന്ന് പറയുന്നത്. ദൃഢം വിപരീതം ശിഥിലമാണ്. എന്താണ്? ശിഥിലം. ഓക്കെ അല്ലേ? ഓജമാണെങ്കിൽ യുഗ്മം. ഓജം വിപരീതം യുഗ്മമാണ്. ഓദം ആണെങ്കിൽ പ്രോതമാണ് വിപരീതം വരുന്നത്. സമ്മതിയാണെങ്കിൽ ദുർമതിയാണ് വിപരീതം വരുന്നത്. പ്രാക്തനമാണെങ്കിൽ അനുനാദനം. ഓജം വിപരീതം യുഗ്മം, ഓദം വിപരീതം പ്രോതം, സമ്മതി വിപരീതം ദുർമതി, പ്രാക്തനം വിപരീതം അനുനാദനം. ദൃഢത്തിന്റെ വിപരീതം ശിഥിലമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ശരിയായ പദം എടുത്തെഴുതുക എന്ന് പറഞ്ഞിരിക്കുന്നു. കവയിത്രി, കവിയത്രി, കവിത്രി എന്നിവയാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, സ്ത്രീലിംഗ പദത്തിൽ പറയുമ്പോൾ കവയിത്രി എന്നാണ് നമ്മൾ പറയുന്നത്. കവയിത്രി എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. കവയിത്രി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് തെറ്റും ശരിയും കൂടെ നോക്കാം. മനസാക്ഷി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. മനസാക്ഷി എഴുതുന്നത് മനസാക്ഷി എന്ന് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ മനസാക്ഷി, 2 സാ ചേർത്ത് മനസാക്ഷി എന്ന് എഴുതാം. എങ്ങനെ എഴുതരുത്? 2 സാ ചേർത്ത് മനയും സാക്ഷി 2 സായും ചേർത്ത് എഴുതരുതെന്ന് പറയുന്നത്. അത് തെറ്റാണ്. രൂപീകരിക്കുക എന്ന് നമ്മൾ പറയത്തില്ല, രൂപവത്കരിക്കുക എന്ന് പറയുന്നു. രൂപവത്കരിക്കുക എന്നാണ് പറയുന്നത്. രൂപീകരിക്കുക എന്ന് പറയത്തില്ല, രൂപവത്കരിക്കുക എന്നാണ് പറയുന്നത്. സമുദായിക പരം എന്ന് നമ്മൾ പറയാറില്ല, സാമുദായികം എന്നാണ് പറയുന്നത്. സമുദായിക പരം എന്ന് പറയത്തില്ല, സാമുദായികം എന്നാണ് പറയുന്നത്. നീതീകരിക്കുക എന്ന് നമ്മൾ പറയത്തില്ല, നീതിമത്കരിക്കുക എന്നാണ് പറയുന്നത്. നീതീകരിക്കുക എന്നതിന് പകരം നീതിമത്കരിക്കുക എന്നാണ് പറയുന്നത്. ശരിയും തെറ്റും. അടുത്ത ചോദ്യം, വാരി പര്യായപദമായി വരുന്ന വാക്ക് എന്ന് പറയുന്നത്, വാരിയുടെ പര്യായപദം ഏതാണ്? ജലമാണ്. ജലമാണ്. വാരി പര്യായപദമായി വരുന്ന വാക്ക് ഏതാണ്? ജലമാണ്. ജലത്തിന്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? അമ്പു, സലിലം, തോയം. അമ്പു, സലിലം, തോയം എന്നിവ ജലത്തിന്റെ പര്യായപദങ്ങളാണ്. കടലിന്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാ? അർണവം, അമ്പുതി,
അബ്ധി. അർണവം, അമ്പുതി, അബ്ധി എന്നിവ കടലിന്റെ പര്യായ പദങ്ങളാണ്. പുത്രിയുടെ പര്യായ പദങ്ങൾ ആത്മജ, ആത്മജ, സുത, തനയ. ആത്മജ, സുത, തനയ എന്നിവ പുത്രിയുടെ പര്യായ പദമാണ്. തിരയാണെങ്കിൽ അല, തരംഗം, വീജി എന്നിവ തിരയുടെ പര്യായ പദങ്ങളാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കുളിക്കാതെ ഈറനൊടുക്കുക. കുളിക്കാതെ ഈറനൊടുക്കുക എന്ന മലയാള ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നു. കുളിക്കാതെ ഈറനൊടുക്കുക എന്ന മലയാള ശൈലിയുടെ അർത്ഥം വൃത്തിയില്ലാതെ നടക്കുക, കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക, അമ്പലത്തിൽ പോകാതിരിക്കുക, കുളിക്കാതെ ശരീരം നനയ്ക്കുക എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം കുളിക്കാതെ ഈറനൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക എന്നുള്ളതാണ്. കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക എന്നുള്ളതാണ് കുളിക്കാതെ ഈറനൊടുക്കുക എന്ന ശൈലിയുടെ മലയാള ശൈലിയുടെ അർത്ഥം. ഓക്കെ അല്ലേ? നമുക്ക് ചില ശൈലികൾ നോക്കാം, മലയാള ശൈലികൾ നോക്കാം. ആകാശപുരാണം. ആകാശപുരാണം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അസത്യമായ കാര്യം. ആകാശപുരാണം അസത്യമായ കാര്യമാണ്. ആകാശപുരാണം അസത്യമായ കാര്യം. അനന്തൻ കാട് എന്ന് പറഞ്ഞാൽ ഭയമുണ്ടാക്കുന്ന സ്ഥലം. ഭയമുണ്ടാക്കുന്ന സ്ഥലമാണ് അനന്തൻ കാട്. ആകാശപുരാണം എന്ന് പറഞ്ഞാൽ അസത്യമായ കാര്യം. അനന്തൻ കാട് എന്ന് പറഞ്ഞാൽ ഭയമുണ്ടാക്കുന്ന സ്ഥലം. അരിയെത്തുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ്. അരിയെത്തുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ്. എട്ടാം പൊരുത്തം എന്ന് പറഞ്ഞാൽ യോജിപ്പില്ലായ്മയാണ്. എട്ടാം പൊരുത്തം എന്ന് പറയുന്നത് യോജിപ്പില്ലായ്മയാണ്. ആകാശപുരാണം എന്ന് പറഞ്ഞാൽ അസത്യമായ കാര്യം. അനന്തൻ കാട് എന്ന് പറഞ്ഞാൽ ഭയമുണ്ടാക്കുന്ന സ്ഥലം. അരിയെത്തുക എന്ന് പറഞ്ഞാൽ മരിക്കുക. എട്ടാം പൊരുത്തം എന്ന് പറഞ്ഞാൽ യോജിപ്പില്ലായ്മ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഒറ്റപ്പദം എഴുതുക. ഒറ്റപ്പദം എഴുതുക എന്ന് ചോദിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു. ഏതാണ്? വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്രയുടെ ഒറ്റപ്പദം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം ഏതാണ്? ജൈത്രയാത്രയാണ്. ഉത്തരം ജൈത്രയാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര. നമുക്ക് ചില ഒറ്റപ്പദങ്ങൾ നോക്കാം. തന്നെ സംബന്ധിച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വകീയമാണ്. തന്നെ സംബന്ധിച്ച സ്വകീയം. ആശ നശിച്ചവൻ ആരാണ്? ഹതാശനാണ്. ആശ നശിച്ചവൻ ഹതാശൻ. തന്റേതെന്ന ഭാവം എന്ന് പറഞ്ഞാൽ സ്വത്വമാണ്. സ്വത്വമാണ് തന്റേതെന്ന ഭാവം. മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ ആരാണ്? മുമുക്ഷുവാണ്. ആരാണ്? മുമുക്ഷു. തന്നെ സംബന്ധിച്ചത് സ്വകീയം. ആശ നശിച്ചവൻ ഹതാശൻ. തന്റേതെന്ന ഭാവം സ്വത്വം. മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ മുമുക്ഷുവാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഏകവചന രൂപമേത്? താഴെ തന്നിരിക്കുന്നതിൽ ഏകവചന രൂപം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഋതുക്കൾ, മനുഷ്യർ, വൈദ്യർ, ഭൃത്യർ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഏകവചന രൂപം എന്ന് പറയുന്നത് ഏതാണ്? വൈദ്യരാണ് ഏകവചന രൂപം എന്ന് പറയുന്നത്. വൈദ്യർ ഏകവചന രൂപം. ഒരാളെ ഉള്ളുവെങ്കിലും അയാളോടുള്ള ആദരവ് സൂചിപ്പിക്കാൻ ബഹുവചന പ്രത്യയം ചേർക്കുന്നതാണ് ഏത്? പൂജക ബഹുവചനം എന്ന് പറയുന്നത്. എന്താണ്? ഒരാളെ ഉള്ളുവെങ്കിലും അയാളോടുള്ള ആദരവ് സൂചിപ്പിക്കാൻ ബഹുവചന പ്രത്യയം ചേർക്കുന്നതാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. സ്വാമികൾ, വൈദ്യർ, ഗുരുക്കൾ, ഭീഷ്മർ എന്നൊക്കെ പറയുന്നത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. സ്വാമികൾ, വൈദ്യർ, ഗുരുക്കൾ, ഭീഷ്മർ എന്നിവയെല്ലാം പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, സ്ത്രീലിംഗ ശബ്ദം എഴുതുക. സ്ത്രീലിംഗ ശബ്ദം എഴുതുക എന്ന് ചോദിച്ചിരിക്കുന്നു. പ്രഭു. സ്ത്രീലിംഗ ശബ്ദം, പ്രഭുവിന്റെ സ്ത്രീലിംഗ ശബ്ദം എന്ന് പറയുന്നത് ഏതാണ്? പ്രഭി, പ്രഭുവതി, പ്രഭ, പ്രഭി എന്നിവയാണ് നൽകിയിരിക്കുന്നത്. പ്രഭുവിന്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് പ്രഭിയാണ്. ഏതാണ്? പ്രഭി. ഓക്കെ അല്ലേ? പുല്ലിംഗം, സ്ത്രീലിംഗം നമുക്ക് നോക്കാം ചിലത്. സുതൻ സ്ത്രീലിംഗം സുതയാണ്. പ്രേയാൻ, പ്രേയസ്വി. സുതനാണെങ്കിൽ സുതയാണ് സ്ത്രീലിംഗം. പ്രേയാൻ പ്രേയസ്വിയാണ്. കണിയാൻ, കണിയാത്തി. കണിയാൻ, കണിയാത്തി. പറയൻ ആണെങ്കിൽ പറച്ചി അല്ലെങ്കിൽ പറയിയാണ് സ്ത്രീലിംഗം. സുതൻ, സുത. പ്രേയാൻ, പ്രേയസ്വി. കണിയാൻ, കണിയാത്തി. പറയൻ, പറച്ചി അല്ലെങ്കിൽ പറയിയാണ് സ്ത്രീലിംഗ ശബ്ദമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. ശരിയായ ഉത്തരം ഏതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. വേറെ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു. ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ്. പുരോഹിതരും വിശ്വാസികളും നഗരപ്രദക്ഷിണം നടത്തി. ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട് എന്നിവയാണ് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അതിൽ നമ്മൾ ശരിയായ ഉത്തരം നമ്മൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻ 2, ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ് എന്നുള്ളത് എന്താണ്? ശരിയാണ്. ഓപ്ഷൻ 2 ശരിയാണ്.
പിന്നീട് ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നു. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം ശരിയായിട്ട് വരുന്നത് കൊണ്ട് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 2, 4. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു. ഗത്യന്തരമില്ലാതെ വേറെ എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയാകും. പിന്നെ പുരോഹിതരും വിശ്വാസികളും നഗരപ്രദക്ഷിണം നടത്തി. ഇത് തെറ്റാണ്. പ്രദക്ഷിണം എന്ന് നൽകിയിരിക്കുന്നത് തെറ്റായതുകൊണ്ട് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3ഉം തെറ്റാണ്. ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അതിന്റെ കൂടെ നമുക്ക് ചില ആത്മകഥകൾ, സമീപകാലത്ത് ശ്രദ്ധേയമായ ചില ആത്മകഥകൾ നമുക്ക് നോക്കാം. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന എന്ന ആത്മകഥ കാർട്ടൂണിസ്റ്റ് യേശുദാസന്റെയാണ്. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന എന്ന ആത്മകഥ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. നിലയ്ക്കാത്ത സിംഫണി എന്ന് പറയുന്നത് ഡോക്ടർ എം ലീലാവതിയുടേതാണ്. നിലയ്ക്കാത്ത സിംഫണി ഡോക്ടർ എം ലീലാവതി. കളിമുറ്റമാണെങ്കിൽ UA ഖാദർ ആണ്. കളിമുറ്റം UA ഖാദർ. സ്നേഹാദരങ്ങളോടെ എന്ന ആത്മകഥ MT വാസുദേവൻ നായരുടേതാണ്. സ്നേഹാദരങ്ങളോടെ എന്ന ആത്മകഥ MT വാസുദേവൻ നായരുടേതാണ്. ഉറ്റവരുടെ സ്നേഹ കഥകൾ അക്കിത്തത്തിൻ്റെതാണ്. ഉറ്റവരുടെ സ്നേഹ കഥകൾ അക്കിത്തം. ഓർമ്മ പുസ്തകം എന്ന് പറയുന്നത് OV വിജയന്റേതാണ്. കഥ തുടരും എന്ന് പറയുന്നത് KPSC ലളിതയുടേതാണ്. കഥ തുടരും എന്ന് പറയുന്നത് KPSC ലളിതയുടെ ആത്മകഥയാണ്. എന്റെ ഇന്നലകൾ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ ആത്മകഥയാണ്. എന്റെ ഇന്നലകൾ എന്ന് പറയുന്നത് രണ്ടാമത് CK ചന്ദ്രപ്പന്റെ ആത്മകഥയാണ്. എന്റെ ഇന്നലകൾ രണ്ടുപേരുടെ ആത്മകഥയാണ്. ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ, 2 CK ചന്ദ്രപ്പൻ. അടുത്തത് നഷ്ടജാതകം എന്ന് പറയുന്നത് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. നഷ്ടജാതകം പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടേതാണ്. കാണുന്ന നേരത്ത് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രന്റേതാണ്. കാണുന്ന നേരത്ത് സുഭാഷ് ചന്ദ്രൻ. ഓർമ്മകളുടെ ഭ്രമണ പദത്തിൽ എന്ന് പറയുന്നത് നമ്പി നാരായണന്റേതാണ്. നമ്പി നാരായണൻ. കഥയില്ലാത്തവന്റെ കഥ എന്ന് പറയുന്നത് MN പാലൂരിന്റേതാണ്. MN പാലൂർ. എന്നിലൂടെ എന്ന് പറയുന്ന ആത്മകഥം കുഞ്ഞുണ്ണിയുടേതാണ്. എന്നിലൂടെ കുഞ്ഞുണ്ണി. എന്റെ ജീവിതം അരങ്ങിലും അണിയറയിലും എന്ന ആത്മകഥ കലാമണ്ഡലം കൃഷ്ണൻ നായരുടേതാണ്. കലാമണ്ഡലം കൃഷ്ണൻ നായർ. എന്റെ ജീവിതം അരങ്ങിലും അണിയറയിലും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു 2022 നടന്ന +2 പ്രിലിംസിന്റെ സ്റ്റേജ് 2ൽ ചോദിച്ച മലയാളം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ വസ്തുതകളും. നമുക്ക് അടുത്ത മലയാളം ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.